ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം സൺഡേ ലീവൊക്കെ കഴിഞ്ഞ് മൺഡേ, അപ്പം പിള്ളേർ രാവിലെ സ്കൂളിലൊക്കെ പോയിട്ടുള്ള കാര്യങ്ങളാണ് എൻ്റെ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. സൺഡേ നമുക്ക് നല്ല തിരക്കുള്ള കാരണം ചില സമയങ്ങളൊന്നും വീഡിയോ എടുക്കാനുള്ള സമയം കിട്ടാറില്ല കേട്ടോ. അതാണ് ഞാൻ കൂടുതലും ഷോർട്സ് ഇടുന്നതും ലോങ് വീഡിയോ ചില സമയങ്ങൾ മാത്രം ഇടുന്നതും. അപ്പം തിങ്കളാഴ്ച ഞങ്ങൾക്ക് ഒരുപാട് പണിയുണ്ട് പിള്ളേർ പോയ ശേഷം. പിന്നെ പ്രത്യേകിച്ച് ക്ലീനിങ് ഒക്കെ ഉള്ള സമയത്താണെങ്കിൽ രാവിലെ തുടങ്ങും, കുഞ്ഞുറങ്ങിയ ശേഷം. അങ്ങനെ ഞാൻ രാവിലെ പിള്ളേരെ സ്കൂളിൽ വിട്ടു. പെതുക്കെ ചിന്നുമോളെ എഴുന്നേറ്റിട്ടില്ലായിരുന്നു. അപ്പോൾ അവൾ എഴുന്നേൽക്കുമ്പത്തിന് കുറച്ച് പണിയുണ്ടായിരുന്നു. അപ്പോൾ ബെഡൊക്കെ ഒന്ന് വൃത്തിയാക്കി. ഇന്ന് പ്രത്യേകിച്ച് ഒന്നുമില്ല, നല്ല ക്ലൈമറ്റും കാലാവസ്ഥയൊക്കെയാണ്. കണ്ടോ, നല്ല വെയിലൊക്കെയാണ് രാവിലെ തന്നെ. പിന്നെ പല്ലൊക്കെ തേച്ചിട്ട് വന്നപ്പോഴത്തേന് ചിന്നുമോൾ എഴുന്നേറ്റു. അപ്പോൾ അവളെയും കൊണ്ട് ഞാൻ പോയി അടുക്കളയിൽ പോയി ചായ എടുത്തിട്ട് വന്നപ്പോൾ നല്ല വെയിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ സിറ്റൗട്ട് കുറച്ച് നേരം വെയിൽ കൊള്ളാൻ വേണ്ടി ഇരുന്നു. അപ്പോൾ 2 ദിവസം നല്ല മഴയല്ലായിരുന്നു. അപ്പം വെയിൽ തെളിഞ്ഞപ്പോൾ നല്ലൊരു ഇതായിരുന്നു, വെയിലത്ത് വന്നിരിക്കാൻ നല്ലൊരു സുഖമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞിനെ വെയിൽ വിളിച്ചു. അവളും നല്ല ഉഷാറായിട്ടാണ് എണീറ്റത്, വലിയ വഴക്കൊന്നുമില്ല. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ വർത്താനമൊക്കെ ആയിരുന്നു. അമ്മ രാവിലെ ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് കഴിക്കാനായിട്ട് രാവിലെ ഉപ്പുമാവും പഞ്ചസാരയായിരുന്നു. എനിക്ക് കൂടുതലും കടലക്കറിയാണ് ഇഷ്ടം. പക്ഷേ കടല വെക്കാൻ സമയം കിട്ടിയില്ലാത്ത കാരണം പഞ്ചസാര കൂട്ടി കഴിച്ചു. അപ്പോൾ കഴിച്ചിട്ട് ഞാൻ നേരെ ക്ലീനിങ്ങിലോട്ട് പോയി. പിള്ളേരിയ്ക്കുന്ന സമയത്ത് നമുക്ക് എല്ലാ പണിയും നടക്കാത്ത കാരണം തിങ്കളാഴ്ച ദിവസമാണ് സമയത്ത് നമ്മുടെ പണികളൊക്കെ നടക്കാറ്. 3 പേരും കൂടെ ചേർന്ന് ഭയങ്കര വഴക്കും ഒക്കെ ആയിരിക്കുന്ന കാരണം അവർ പോയ ശേഷം നമുക്ക് രാവിലെ ഫ്രീ സമയമുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ക്ലീനിങ് ഒക്കെ തുടങ്ങി. ആദ്യം തന്നെ ഞാൻ എല്ലാ റൂമും നല്ലപോലെ ഒന്ന് തൂത്ത് വാരി, കാരണം ഒരുപാട് പൊടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ബെഡ്ഷീറ്റുമൊക്കെ ഒന്ന് മാറ്റി, തലയണ കവറൊക്കെ ഒന്ന് മാറ്റി, എന്നിട്ട് ആദ്യം എല്ലാ റൂമും എല്ലാം മൊത്തത്തിലൊന്ന് തൂത്തു. എന്നിട്ട് ഞാൻ ലോഷനൊക്കെ ഇട്ടൊന്ന് തുടച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വേഗം തന്നെ ലോഷനിട്ടൊക്കെ തുടച്ച് ചിന്നുമോൾ അവിടെ ഇരിക്കുന്ന ഗ്യാപ്പിലാണ് ഞാൻ വേഗം ചെയ്തത്. അവളും കൂടെ ഇടയ്ക്ക് കയറി വന്നു കഴിഞ്ഞാൽ നമ്മുടെ പണിയൊന്നും നടക്കത്തില്ല. അപ്പം അവിടെ ഇരുത്തി. പിന്നെ വല്യമ്മച്ചി ഉണ്ടായിരുന്ന സമയമായ കാരണം കുറച്ച് നേരം വല്യമ്മച്ചിയുടെ അടുത്ത് ഇരുന്ന് കളിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് എൻ്റെ പണിയൊക്കെ വേഗം ചെയ്യാൻ പറ്റി. മൂന്നാല് ദിവസം നല്ല മഴയല്ലായിരുന്നു. അപ്പോൾ റൂമെല്ലാം അടച്ചു കിടക്കുന്ന കാരണം, വെയിലും ഇല്ലാത്ത കാരണം തുണിയെല്ലാം ഇട്ട് ഭയങ്കര നമ്മുടെ സ്മെല്ലായിരുന്നത് കാരണം റൂം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞ് അലക്കാൻ ഒരുപാട് തുണി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ പണിയെല്ലാം കഴിഞ്ഞ് ഞാൻ നേരെ അലക്കാൻ പോയി. അപ്പം ചിന്നുമോളെ കുളിപ്പിച്ച് അമ്മയുടെയിലാക്കിയിട്ടാണ് ഞാൻ തുണി അലക്കാനായിട്ട് നിന്നത്. കാരണം അവളെ വെച്ചുകൊണ്ടൊരു പണിയും നടക്കത്തില്ല. ഇതിനും ഒരു സൊല്യൂഷൻ കാണണമല്ലോ. അപ്പം അമ്മ അവളെ നോക്കി ഇരുന്ന സമയത്ത് വേഗം പോയി തുണി അലക്കിയിട്ട് ഞാൻ 1:30 ആയപ്പോഴത്തേന് അലക്കും കഴിഞ്ഞു. അങ്ങനെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. കുളിച്ചിട്ട് വന്നപ്പോഴത്തേനും മോളോർത്തു ഞാനിവിടെ പോവാണെന്നും കണ്ട് മേക്കപ്പ് ചെയ്യണമെന്ന് അവൾ എൻ്റെ കൂടെ വന്ന് നിന്നു.
അങ്ങനെ ഞാൻ അവൾക്ക് മേക്കപ്പൊക്കെ ഇട്ട് കൊടുത്തു. ഇപ്പം പിന്നെ മേക്കപ്പൊക്കെ ചെയ്യാനൊക്കെ ആൾ നിന്നതിന് നേരത്തെ ഒന്നിനും സമ്മതിക്കത്തില്ല. ഇപ്പം ചേച്ചി പെണ്ണൊക്കെ സ്കൂളിൽ പോകാൻ ഒരുങ്ങുന്ന കാരണം അതേപോലെ എല്ലാം വേണം. ഐലൈനറും കൺമഷിയും പൊട്ടും പിരിയൊക്കെ എല്ലാം എഴുതാനൊക്കെ സമ്മതിക്കും. അവളും പിന്നെ തന്നെത്താനെ ശ്രമിക്കും. ഐലൈനറൊക്കെ എടുത്തുകൊണ്ട് പോയി പിന്നെ ഒരു പണിയാണ് കയ്യിലും കാലിലും എല്ലാം കരിയും പറ്റിച്ച്. ഞങ്ങൾക്ക് പിന്നെ അതൊരു പണി തന്നെയാണ് മുഖത്ത്. അത് കാരണം എന്തെങ്കിലുമൊക്കെ കള്ളത്തരവും പൊട്ടത്തരമൊക്കെ പറഞ്ഞ് കഥയൊക്കെ പറഞ്ഞിട്ടാണ് ഒന്ന് വൃത്തിയായിട്ടൊന്ന് എഴുതിയൊക്കെ കൊടുക്കുന്നത്. അങ്ങനെ ചിന്നുമോളും റെഡിയായി. ഞങ്ങളും കഴിക്കാനായിട്ട് നല്ല വിശപ്പുണ്ട്. എല്ലാ പണിയും കഴിഞ്ഞപ്പോഴത്തേന് നല്ല വിശപ്പ്. അപ്പം മേക്കപ്പൊക്കെ കഴിഞ്ഞു. കുഞ്ഞിന് പിന്നെ കളിപ്പാട്ടമൊക്കെ ഇട്ട് കൊടുത്ത്. കളിപ്പാട്ടം എന്ന് പറയുമ്പോൾ ഫുള്ളും ബൊമ്മ തന്നെയാണ് കേട്ടോ, വേറെ ടോയ്സ് ആയിട്ടില്ല, എല്ലാം ബൊമ്മ സെറ്റുകൾ. അപ്പോൾ അതെല്ലാം ഇട്ട് കൊടുത്ത് അവൾ അവിടെ ഇരുന്ന സമയം കൊണ്ട് ഞാൻ അടുക്കളയിൽ പോയി ചോറ് വിളമ്പി. നല്ല വിശപ്പുണ്ട്. പണിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് വിശക്കാൻ തുടങ്ങി. അപ്പം ഉച്ചയ്ക്ക് നമ്മുടെ ലഞ്ച് ഇതായിരുന്നു: ചോറും ചമ്മന്തിയും മെഴുക്കുവരട്ടിയും മീനും പിന്നെ കപ്പ വേവിച്ചതും. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചു. അപ്പോൾ കുഞ്ഞിനും കൊടുത്തേച്ച് ഞാനും കഴിച്ചു. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു ലോങ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം.